അപ്പൊ നമ്മള് ഗോവയില് രണ്ടാമത്തെ ദിവസം. അപ്പൊ രാവിലെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടൽ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയും പിന്നെ വടയും പിന്നെ നെയ്റോസ്റ്റും. അപ്പൊ എല്ലാരും പാത്രമെല്ലാം ഫിനിഷാക്കി അത് കഴിഞ്ഞ് നമുക്ക് പോവാനുള്ള വണ്ടി റെഡിയായി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച റൂമിൽ എത്തുമ്പോഴേക്ക് നമുക്ക് പോകാനുള്ള വണ്ടി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങി. ഇന്നത്തെ ഫസ്റ്റ് യാത്ര ഒരു പള്ളിയിലേക്കാ. നല്ല അടിപൊളി പള്ളിയാണ്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. 2 ഭാഗം നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ താഴെ മെഴുകുതിരിയെല്ലാം കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ മെഴുകുതിരിയെല്ലാം വാങ്ങിച്ച് നമ്മളെല്ലാരും കൂടി പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് കാണാൻ എന്ന് പറയുന്ന വെച്ചാല് ഫോട്ടോ നമ്മൾ കുറെ അവിടുന്ന് ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. അത്രക്കും നല്ല സൂപ്പർ സ്ഥലം. എന്തുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലാത്തതെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ മെഴുകുതിരി കത്തിച്ച് പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോണല്ലോ. ഇന്നും നല്ല വെയിലെല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ വെയിലൊന്നും വകവെക്കാതെ നമ്മൾ ഇങ്ങനെ അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി. നല്ല സ്ഥലമാട്ടോ, കാണാൻ സൂപ്പർ സ്ഥലം. അത് കഴിഞ്ഞ് അതിന്റെ അടുത്തന്നെ നടന്നിട്ട് പോകാവുന്ന ഒരു ദൂരം ഉള്ള ഒരു പള്ളിയുണ്ട്. അപ്പൊ നമ്മൾ ആ പള്ളിയിലേക്കും പോയി. ആ പള്ളിയിൽ ആ സമയത്ത് എന്താ കുർബാനയോ എന്തെന്നറിയില്ല, പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് പിന്നെ അതെല്ലാം കേട്ട്, ഒന്നും മനസ്സിലാവില്ല എന്നാലും അതെല്ലാം കേട്ട് അത് കഴിഞ്ഞ് അവിടെ നല്ല സൂപ്പർ സ്ഥലമുണ്ടായിരുന്നു. അതിന്റെ സൈഡിൽ ഫോട്ടോ എടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ നമ്മൾ ഗോവ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മാംഗോ ബാറെല്ലാം വാങ്ങി അതെല്ലാം തിന്നുകൊണ്ടാ പോയെ. അവിടെ പൈസ ഡ്രസ്സിനെല്ലാം ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട്. പക്ഷെ എങ്കിൽ അത്ര വലിയ വിലക്കുറവൊന്നുമില്ല. നമ്മളെല്ലാം ഒന്ന് തൊട്ട് നോക്കി അങ്ങനെ അങ്ങോട്ട് പോയി. കാരണം എനിക്ക് തോന്നുന്നത് നമ്മളെ നാട്ടിലാന്ന് തോന്നുന്നു, എന്നാലും വിലക്കുറവ്. നമ്മള് മലയാളീസ് ആയതുകൊണ്ട് അവര് വില കൂട്ടിയതാണ് എന്താണെന്നും അറിയില്ല. അത് കഴിഞ്ഞ് ഗോവയുടെ മാർക്കറ്റിലെത്തുമ്പോ നല്ല എന്നാ പറയണ്ടേ, ഇഷ്ടം പോലെ സാധനങ്ങൾ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് വേറെ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഒന്നും പറയണ്ട. അങ്ങനെ നമ്മളെല്ലാം നോക്കിക്കണ്ട് അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഞാൻ കുപ്പിവള കണ്ടത്. അതെന്റെ വല്ലാത്തൊരു വീക്ക്നെസ്സാണ്. അപ്പൊ അവിടുന്ന് കുറച്ച് കുപ്പിവളയെല്ലാം വാങ്ങിച്ച്
അപ്പൊ ഇത് നമ്മള് ആ മാർക്കറ്റിന്റെ മേലെ കയറി നിന്നിട്ട് അവിടുന്ന് എടുത്ത ഫോട്ടോസാണത്. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മള് പുറത്തിറങ്ങി പിന്നെ അടുത്ത സൈറ്റിലേക്ക് അങ്ങനെ യാത്ര തുടർന്നു. പിന്നെ നമ്മൾ എത്തിയത് ഒരു ബീച്ചിലായിരുന്നു. നല്ല നമ്മളെ സൂപ്പർ ബീച്ച്. അപ്പോൾ അവിടെ ഇത് കയറുമ്പം തന്നെ ഒരു മീനിന്റെ രൂപമുള്ള മീൻ ഇങ്ങനെ വായ തുറന്നിട്ട് നിൽക്കുന്ന, അതിന്റെ ഉള്ളിലോട്ടെല്ലാം കയറിയിട്ടെല്ലാം ഇറങ്ങാം. നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ ബീച്ചിലേക്ക് പുറപ്പെട്ടു. ബീച്ചിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം നമ്മള് ബീച്ചിലേക്ക് എത്തി. ബീച്ചിൽ അങ്ങനെ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നല്ല കാറ്റാടി മരങ്ങൾ എന്നാ അങ്ങനെയുള്ള മരങ്ങളെല്ലാം നിറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ബീച്ച്. അവിടെ പോയിട്ട് നമ്മൾ കുറെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്ത് കുറേ സമയം അവിടെ ഇരുന്ന്. നല്ല തണലുണ്ടായിരുന്നു. നമ്മളങ്ങ് എന്താ പറയാ കടലിന്റെ സൈഡിലേക്ക് പോയിട്ടില്ല, ആ മരത്തിന്റെ സൈഡിൽ നിന്ന് അവിടെ ഇരുന്ന് കുറേ സമയം. അപ്പൊ നല്ല നല്ല അടിപൊളി കാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് അവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അപ്പൊ പോകുന്ന വഴി എന്താ പറയാ കുറെ കപ്പലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാണാനുണ്ടായിരുന്നു. അതങ്ങനെ നമ്മള് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ നമ്മള് അത് കഴിഞ്ഞ് അടുത്ത പള്ളിയിലെത്തി. ആ പള്ളിയില് എന്തെല്ലോ പണികളെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയപ്പോ നല്ല അടിപൊളി എന്നാ പറയണ്ട, നല്ല സൂപ്പറായിരുന്നു കാണാൻ. നമ്മള് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ എന്താ പറയാ മേലെ മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കയറി കണ്ട് അവിടെ ഒന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അവരെ അതായ ഒരു കുറെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കണ്ട് അവിടുന്ന് നമ്മള് പുറത്തിറങ്ങി. പുറത്ത് നല്ല എന്താ പറയാ നല്ല തണലെല്ലാം ഉള്ള സ്ഥല, മരങ്ങളും ചെടികളെല്ലാം അങ്ങനെ വെയിലങ്ങനെ കൂടുതലായിട്ട് നമ്മൾ അറിയുന്നില്ല. നല്ല 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 സുഖമുണ്ട് അവിടെ നിൽക്കാൻ. അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് വീഡിയോസ് എടുത്ത്. അപ്പൊ ഈ പള്ളിയുടെ ഇങ്ങനെയുള്ള എന്താ പറയാ പെയിന്റോ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു അങ്ങനെയുള്ള ഒരു പള്ളിയാണ്. അപ്പൊ അതിന്റെ പുറത്ത് തന്നെ ഒരു വലിയ കുരിശും അതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മള് അവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയില് പണി നടക്കുന്നത് കാരണം അതിന്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷെ നല്ല വെയിലാണ്. അപ്പൊ അതിന്റെ പുറത്തോട്ട് നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കറങ്ങി. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരിക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്, അവിടെയെല്ലാം പോയി ഇരുന്ന് കുറെ വിശ്രമിച്ച്. നല്ല വെയിലുണ്ട്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ അടിപൊളി വെയിലാണ്. അപ്പൊ പിന്നെ വിശപ്പിന്റെ സമയം തുടങ്ങി. നല്ല വെയില് കൊണ്ട് വിശപ്പും ദാഹവും ക്ഷീണം എല്ലാം വന്ന് നമ്മൾ ഒരു പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഹോട്ടലിൽ കയറി ഞാനൊരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞ്, പിന്നെ അവിടുത്തെ താലീസ അങ്ങനെ സദ്യ പോലത്തെ ഒരു ഭക്ഷണം, അപ്പം അതും പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ നമ്മൾ പോയത് ഒരു ടെമ്പിളാണ്, ബാലാജി ടെമ്പിൾ. അപ്പൊ അകത്തൊന്നും പോയിട്ടില്ല, പുറത്തുനിന്ന് എല്ലാം ചുറ്റിക്കണ്ട്. അവിടുന്ന് കുറെ ഷോപ്പ് അതെല്ലാം ഒന്ന് കണ്ട് എല്ലാം പുറത്തുനിന്നെല്ലാം പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മള് അതിന്റെ അടുത്ത് തന്നെയുള്ള വേറൊരു അമ്പലം, അടുത്തല്ല കുറച്ച് ദൂരം ഉള്ള
വേറൊരു അമ്പലത്തിൽ കയറി. അതും നല്ല അടിപൊളി അമ്പലമായിരുന്നു. അമ്പലമെല്ലാം നല്ല സൂപ്പർ. പക്ഷെ വെയിലാണ് നമുക്ക് വലിയ പ്രശ്നം. അങ്ങനെ ഈ അമ്പലത്തിന്റെ അടുത്തുള്ള ഷോപ്പിൽ കുറേ സാധനങ്ങളുണ്ട്. എല്ലാത്തിനും ഭയങ്കര പൈസ. അപ്പൊ ഇതാണ് അടുത്ത ടെമ്പിൾ. ഇതിന് നല്ലൊരു അടിപൊളി കുളമെല്ലാം ഉണ്ട്, ക്ഷേത്രക്കുളം. ഇത് നമ്മളകത്ത് കയറി അവിടെ പ്രാർത്ഥിച്ച് എല്ലാം പുറത്തുനിന്ന് എല്ലാം പ്രാർത്ഥിച്ച് കുറേ സമയം അവിടെ ഇരുന്ന് അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ പുറപ്പെട്ട് പിന്നെ വേറൊരു ക്ഷേത്രത്തിലെത്തി. ആ ക്ഷേത്രത്തിൽ നമ്മൾ കുറേ സമയം ഇരുന്നു. കുറേ സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയം ഇരുന്നു. നല്ല സുഖം. എന്താ പറയാ, അങ്ങനെ വലിയ വെയിലെല്ലാം പോയി അങ്ങനെ ആയില്ലേ, കുറേ വൈകുന്നേരമായിരുന്നു. അതുകൊണ്ട് കുറേ സമയം അവിടെ ഇരുന്ന് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇനി പരിപാടികളെല്ലാം കഴിഞ്ഞ് ഗോവയിലുള്ള 2ാമത്തെ ദിവസത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മളെ കാറിൻ്റെ ഡ്രൈവറാണ്. അപ്പം ഞാൻ പറഞ്ഞേ, ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നെല്ലാം പറഞ്ഞു. അപ്പം അവർ ഏതാ ഐഡിയ ഇതെല്ലാം ചോദിച്ച് അപ്പം അതെല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു സബ്സ്ക്രൈബറെ നേടി. ഗോവയിൽ നിന്ന് പോന്ന വഴിക്കുള്ള കപ്പലുകളാണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ 11:15 ട്രെയിന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് 12:30. അതുവരെ വൈകുന്നേരം 6 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തി. 6 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് 12 മണി വരെ ഇരുന്നു. അവിടുന്ന് പിന്നെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് കുറേ ഇരുന്നും നടന്നും എല്ലാം കളിച്ച് അങ്ങനെ ടൈം ആക്കി. അങ്ങനെ നമ്മൾ ഗോവയിലുള്ള നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് അവസാനിച്ച് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് യാത്ര തിരിച്ച്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.